അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റമളാന്റെ നോമ്പ് കളാ ആക്കിയിട്ട് കളാ വീട്ടുകൊണ്ട് സൗകര്യമായിട്ട് മരണപ്പെട്ടു പോയ അയാളെ ಬಗ್ಗೆ ഫിദിയ എന്തിനു കൊടുക്കണം ചൊല്ലായിട്ട് ക്വസ്റ്റ്യൻ. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീന ബിറിദല്ലാഹ് അമ്മാ ബഅദ്. റമളാന്റെ നോമ്പ് കളാ ആക്കിയിട്ട് മരണപ്പെട്ടു പോയ വ്യക്തികൾ അത് രണ്ട് രൂപത്തിൽ കിടക്കുക. ഒന്ന് എക്സാമ്പിൾ കഴിഞ്ഞ വർഷത്തെ റമദാനെ എടുക്കുക. കഴിഞ്ഞ വർഷത്തെ റമദാന്റെ നോമ്പ് നോക്കിയിട്ടില്ല, അനാരോഗ്യ കാരണമാ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണത്തിൽ നോമ്പ് നോക്കിയിട്ടില്ല, കളാ വീട്ടു സൗകര്യവും ആയിട്ടില്ല. അതിൽ പിന്നെ കളാ വീട്ടിലേക്ക് മുന്നോളും ആ വ്യക്തി മരണപ്പെട്ടു പോയിട്ട് അങ്ങനെ ഉണ്ടായെങ്കിൽ ആ നോമ്പിടെ ಬಗ್ಗೆ ഒരു ഫിദിയ എന്നും കൊടുക്കണമെങ്കില്ല. അതേ സന്ദർഭത്തിൽ കളാ വീട്ടു സൗകര്യം ഇന്ന് പിന്നെ കളാ വീട്ടാൻ ചെന്നിട്ടു അതിന് മുന്തുടിത്ത് അങ്ങനെ ഉണ്ടായെങ്കിൽ ഒരു നോമ്പുകു ഒരു മുദ്ദ് ചെന്നെങ്കിൽ 800 മില്ലി ചെന്നെങ്കിൽ സാധാരണ അരിയിൽ 650 ഗ്രാം കനിഷ്ഠ ചെന്നെങ്കിൽ കൊറിയ അരിയല്ല യാറ തൂക്ക യാറേക്കും ഒരു സൂക്ഷ്മതക്ക് വേനായിട്ട് 3/4 kg തോല വേണമെങ്കിൽ കൊടുക്കുക ഒരു മുദ്ദ് ചെന്നെങ്കിൽ. അങ്ങനെ ഒരു നോമ്പുകു ഒരു മുദ്ദ് അരി ഫക്കീർ മിസ്കിൻക്ക് അങ്ങക്ക് സദക്ക ആയിട്ട് ഫിദിയ ആയിട്ട് കൊടുക്കണം. ഇതിന് ഫിദിയ കൊടുക്കണം. 30 നോമ്പുണ്ടായെങ്കിൽ ഒരു മുദ്ദ് 750 ഗ്രാം പിടിച്ചിട്ട് നിങ്ങൾ ഒരു 3/4 കിലോ കൊടുക്കറുണ്ടായെങ്കിൽ 30 നോമ്പുകു 22.5 കിലോ അരി കൊടുക്കാനായിട്ട് വേണ്ട. അത് ഫക്കീർ മിസ്കിൻക്ക് കൊടുക്കണം. ഒരുത്തല്ലേ കൊടുക്കണേക്ക് തൊന്തരയില്ല. പിന്നെ സദക്ക യാറാൾക്ക് കിട്ടണമെങ്കിൽ മെയിനായിട്ട് യാറാൾക്ക് കൊടുക്കാം. രായത്തെ ഉൾഗമി കൊടുക്കാനുണ്ടും കട്ടായല്ല, രായത്തെ പുറത്തും വേറെ പക്കത്തിലും അത് കൊടുക്കാം. സൗകര്യ കളാ വീട്ടുകൊണ്ട് സൗകര്യ എന്നിട്ട് കളാ വീട്ടാത്ത ആളുടെ ആയിട്ട് ഫിദിയ ചൊന്നു.